പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വെറും 5 മിനിറ്റിനുള്ളിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ല എളുപ്പമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സി ജാറിലേക്ക് ഒരു കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു 1/4 കപ്പ് കൂടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്കൊരു 1/4 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 3 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിയായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇളം ചൂടുള്ള 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ശർക്കര പാനിയാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഇളം ചൂടോടുകൂടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ബാറ്റർ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചൂടായതിന് ശേഷം ഒന്ന് ആറിയ വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് തിക്കും ആവരുതെന്നാൽ ഒരുപാട് ലൂസും ആയി പോകരുത്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ശർക്കരപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു അപ്പസോഡയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിതൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. മാവ് നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ശേഷം ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ അത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് അങ്ങ് ചുട്ടെടുക്കരുത്, അപ്പോൾ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഉള്ളൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ എല്ലാ മാവും ഞാനിതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. നെയ്യപ്പത്തിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്കിനുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.